Hi friends, welcome back to my channel Physica class. Plus 1 Physics Unit 4 Motion in a Plane എന്ന യൂണിറ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണ് എന്നുള്ളതാണ്. സ്കാലാർ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വരിക. വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടുമുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഓർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. അതിന് എക്സാമ്പിൾസ് ആണ് വോളിയം, മാസ്, ടൈം, ഡിസ്റ്റൻസ്, അതൊക്കെ. ഓക്കെ, ഡിസ്റ്റൻസിൽ ഒരിക്കലും നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യില്ല, സ്പീഡിൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അവർ ട്രാവൽ ചെയ്ത ജസ്റ്റ് ആ ഒരു പാത്ത് ലെങ്ത്ത് മാത്രമാണ് നമ്മൾ ഡിസ്റ്റൻസിൽ എടുക്കുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയാണോ? അല്ല, അതെന്താണ്, ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഓർ വെക്റ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ടോർക്ക്, ഇതൊക്കെ വരും. എന്താണ് സ്കാലേഴ്സ്? സ്കാലേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഈ സ്കാലാർ എന്ന് പറയുമ്പോൾ എന്താണ്, മാഗ്നിറ്റ്യൂഡിലെ ചേഞ്ചാണ്. ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയിലെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വന്നു എന്നാണ് അർത്ഥം. പക്ഷെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നു എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയതാവാം, ഡയറക്ഷൻ ചേഞ്ച് ആയതാവാം, ചിലപ്പോൾ രണ്ടും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവാം. ഈ സ്കാലാർ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നമ്മുടെ സാധാരണ ഓൾജിബ്രൈക് റൂൾസ് അനുസരിച്ച് നമ്മൾ സാധാരണ നമ്പേഴ്സൊക്കെ എങ്ങനെയാണോ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചെയ്യാം. ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ലോസ് ഓഫ് വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് മീൻസ് വെക്റ്റേഴ്സിന് പെർട്ടിക്കുലർ ലോസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഇനി ഇതിനെ സ്കാലാർ ക്വാണ്ടിറ്റി സാധാരണ വെക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ബോൾഡ് ലെറ്ററിൽ എഴുതിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞത് തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കി റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലൊരു ആരോ മാർക്ക് കൊടുക്കണം. നെക്സ്റ്റ് വൺ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സാണ് പരിചയപ്പെടുന്നത്. ഇപ്പോൾ സ്കാലേഴ്സും വെക്റ്റേഴ്സ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. സ്കാലാർ ക്വാണ്ടിറ്റീസ് മീൻസ് അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുള്ളൂ. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സും കുറച്ചധികം ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു വെക്റ്റേഴ്സിൻ്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിവിടെ പറയുന്നത്. എക്സാമിന് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ഈക്വൽ വെക്റ്റേഴ്സ്? ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ, സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കവയെ ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ വെക്റ്റർ, ഇവിടെ ബി എന്ന് പറഞ്ഞ വെക്റ്റർ. ഓക്കെ, ഇതിലെ ഇപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5. ഇപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സെയിം ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ഇനി എന്താണ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അഥവാ നെഗറ്റീവ് വെക്റ്റേഴ്സ്? ദാറ്റ് മീൻസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സിലുള്ള വെക്റ്റേഴ്സാണ്, പക്ഷേ എന്താണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ 5 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ നോക്കി നോക്കൂ ഓപ്പോസിറ്റ് ആണ്. അതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അഥവാ നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് വെക്റ്റേഴ്സും അൺലൈക്ക് വെക്റ്റേഴ്സും. അപ്പോൾ ലൈക്ക് വെക്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇഫ് ടു വെക്റ്റേഴ്സ് ഹാവ് സെയിം ഡയറക്ഷൻ ബട്ട് ആൻഡ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ദെൻ ദേ ആർ നോൺ ആസ് ലൈക്ക് വെക്റ്റേഴ്സ്. ദാറ്റ് മീൻസ് ഡയറക്ഷൻ സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചിത്രം നിങ്ങൾക്ക് നോക്കിയാലും ഞാൻ പറയാം. എ എന്ന് പറഞ്ഞൊരു വെക്ടറുടെ 5 ആണ് മാഗ്നിറ്റ്യൂഡ്, ഇത് ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഇവിടെ 6 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്താണ്, ഡയറക്ഷൻ സെയിം ആണ് പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. അതിനെ നമുക്ക് ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് പറയാം. ഞാൻ നെക്സ്റ്റ് വൺ ഈസ് അൺലൈക്ക് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഹാവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ കോൾഡ് അൺലൈക്ക് വെക്റ്റേഴ്സ്. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വ്യത്യസ്തമാണെന്ന് അർത്ഥം. മനസ്സിലായോ? അൺലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിമും ഡയറക്ഷൻ ഓപ്പോസിറ്റും ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് എന്ന് വിളിച്ചു. ഡയറക്ഷൻ സെയിമും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വിളിച്ചു. ഇനി അൺലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡും ഡിഫറെൻ്റ് ആണ്, ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്.
മനസ്സിലായോ? ദാറ്റ് മീൻസ് എങ്ങനെ വരും? ഇവിടെ എ എന്ന് പറഞ്ഞ വെക്ടർ ഇത് ബി എന്ന് പറഞ്ഞ വെക്ടർ. ഇവിടെ നമുക്ക് 5 ആണ് മാഗ്നിറ്റ്യൂഡ്, ഇവിടെ മാഗ്നിറ്റ്യൂഡ് 6 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടർ ഓഫ് ദി ഗിവൺ vector is a vector of unit magnitude and has the same direction as that of the given vector. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു വെക്ടർ ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു വെക്ടർ. ഇതിൻ്റെ യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. സിമ്പിൾ മനസ്സിലായല്ലോ? കണ്ടോ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എ ക്യാപ്പ് എന്നാണ്. ഓക്കെ, എ ക്യാപ്പ് വിച്ച് ഇസ് ഈക്വൽ ടു എ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഇതാണ് ഒരു യൂണിറ്റ് വെക്ടർ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വയ്ക്കണം. കാരണം നമുക്കിനി അങ്ങോട്ടേക്കുള്ള ഒരുപാട് കേസുകളിൽ ഈ യൂണിറ്റ് വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് ചോദിക്കും. ഇപ്പോൾ നമുക്കൊരു വെക്ടർ എ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താണെന്നാണ് ചോദിക്കേണ്ടത്. എ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ വെക്ടറിൻ്റെ വാല്യൂം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവിഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡിൻ്റെ ഉള്ള വെക്ടർ അതോടൊപ്പം തന്നെ ആ ഗിവൺ വെക്ടറിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വയ്ക്കുക. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. എ ക്യാപ്പ് ഫിസിക്കൽ എ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആണ്, ഓർ മോഡുലസ് ഓഫ് ദി വെക്ടർ എന്ന് നമ്മളതിനെ പറയും. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് നമുക്ക് ജനറലായിട്ടുള്ളൊരു ആക്സിസുകളാണ് അല്ലേ? നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? ഐ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? ജെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇസഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് കെ യൂണിറ്റ് വെക്ടർ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഐ ക്യാപ്പ് എന്ന്, ഐ യൂണിറ്റ് വെക്ടർ. വൈ ആക്സിസിൽ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ജെ ക്യാപ്പ്. ഇസഡ് ആക്സിസിലുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെ ക്യാപ്പ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കോപ്ലാനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് ലൈയിങ് ഇൻ ദി സെയിം പ്ലെയിൻ ആർ നോൺ ആസ് കോപ്ലാനാർ. നമുക്ക് സെയിം പ്ലെയിനിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ വെക്ടേഴ്സും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. നമുക്ക് കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയാം. ഇനി എന്താണ് കോളിനിയർ വെക്ടേഴ്സ്? ആർ ദോസ് വെക്ടേഴ്സ് വിച്ച് ആർ ഹാവിങ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആർ ആക്ടിങ് അലോങ് ദി സെയിം സ്ട്രേറ്റ് ലൈൻ. അതായത് ഒരു സ്ട്രേറ്റ് ലൈനിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ അല്ലാതിരിക്കുക, അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഒരു സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും അത്രയും വെക്ടേഴ്സ് ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. പാരലൽ വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വെക്ടേഴ്സ് ആയിട്ട് അലോങ് ദി സെയിം ഡയറക്ഷൻ ദെൻ ദേ ആർ കോൾഡ് പാരലൽ വെക്ടേഴ്സ്. സെയിം ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് നമുക്ക് പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡിന് പ്രസക്തിയൊന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ അവിടെ എന്താണ്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? പാരലൽ വെക്ടേഴ്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നതാണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 2 വെക്ടേഴ്സ് ഹാവിങ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആർ കോൾഡ്. ദാറ്റ് മീൻസ് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, മാഗ്നിറ്റ്യൂഡിന് അവിടെ പ്രസക്തിയില്ല, 180 ഡിഗ്രിയാണ് അവ തമ്മിലുള്ള ആംഗിൾ ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. അങ്ങനെ കുറച്ചധികം വെക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് കുറച്ച് നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ബേസിക്കായിട്ട് നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതാണിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനാണ് ഇനി നമുക്കിതിൽ പറയാനുള്ളത്. അതായത് വെക്ടേഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 2 ലോസാണിത്. ഫസ്റ്റ് വൺ ഈസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ, സെക്കൻഡ് വൺ ഈസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്ന് നോക്കാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് both in magnitude and direction by 2 sides of a triangle taken in the same order, then their resultant is represented
ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദി ഓപ്പോസിറ്റ് ഓർഡർ. അതായത് നമ്മുടെ കയ്യിൽ ഒരു 2 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും എന്ന് പറഞ്ഞിട്ടുള്ള 2 വെക്റ്റേഴ്സ്. ഇനി അതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ, അതായത് ആഡ് ചെയ്യുമ്പോൾ ഈ 2 വെക്റ്റേഴ്സ് എ വെക്ടറും ബി വെക്ടറും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്കറിയാം, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, സെയിം ഓർഡറിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് എന്നോണം നമ്മൾ ഈ 2 വെക്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ആ ട്രയാങ്കിളിൽ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു സൈഡ് കിട്ടുമല്ലോ, അതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എ വെക്ടറിന് ഇവിടെ വെച്ചു. ട്രയാങ്കിളുടെ 2 സൈഡ് എന്നോണം ഞാൻ എന്ത് ചെയ്തു, സെയിം ഓർഡറിൽ ഇതിനിങ്ങനെ ട്രയാങ്കിളുടെ 2 സൈഡ് എന്നോണം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം മൂന്നാമത്തെ ഒരു സൈഡ് നമുക്കിവിടെ വരച്ച് ചേർക്കാമല്ലോ. ഈ മൂന്നാമത്തെ സൈഡാണ് എന്തിവിടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് വെക്ടർ മീൻസ് എ പ്ലസ് ബി, എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇതന്നെ നമുക്കിവിടെ തിരിച്ചും ചെയ്തിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ എ വെക്ടറാണ് ഇവിടെ ഒരു ട്രയാങ്കിളുടെ 2 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞതിൽ ഞാൻ ഏറ്റവും ആദ്യം എടുത്തത് എ വെക്ടറാണ്. ഇനി ഞാനിവിടെ ഏറ്റവും ആദ്യം എടുക്കാൻ പോകുന്നത് ബി വെക്ടറാണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ വെക്ടർ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ ആദ്യം എടുത്തത് ബി വെക്ടർ ആണല്ലോ, സോ ബി വെക്ടർ പ്ലസ് എ വെക്ടർ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് തിരിച്ച് വരച്ചു എന്ന് മാത്രം കേട്ടോ ഈ ചിത്രത്തിൽ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ക്ലിയർ ആയിരിക്കും. ലെറ്റ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ബി 2 വെക്ടേഴ്സ്. ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദീസ് വെക്ടേഴ്സ് ഡ്രോ എ വെക്ടർ അറ്റ് ഫസ്റ്റ്, ദെൻ മൂവ് ബി വെക്ടർ സച്ച് ദാറ്റ് ഇറ്റ്സ് ടെയിൽ കോയിൻസിഡ്സ് വിത്ത് ദി ഹെഡ് ഓഫ് ദി എ. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ എ വെക്ടറിൻ്റെ ഹെഡാണ് ഇത്. ഈ ഹെഡും ബി വെക്ടറിൻ്റെ ടൈലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ച കാര്യം. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് എ വെക്ടർ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ ഹെഡിനോട് ജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബി വെക്ടർ വരയ്ക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഹെഡും ടൈലുമാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ ആർ വെക്ടർ എന്ന് പറയുന്നത് എന്ത് വരും, എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ഇത് പറയുന്നതാണ് എന്ത്, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ. നമ്മളിപ്പോൾ ഇവിടെ തിരിച്ചു വരച്ചു അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബി വെക്ടർ പ്ലസ് എ വെക്ടർ എന്ന് കിട്ടി. അത് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 2 നമ്പറുകൾ 5 + 3 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ, 8 ആണ്. 3 + 5 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ, 8 ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ബി വെക്ടർ പ്ലസ് എ വെക്ടറിന് ഈക്വലാണ്. ഓക്കെ. രണ്ടും സെയിം ആണെന്ന്. ഇപ്പോൾ ബി വെക്ടർ ആദ്യം വരച്ചാലും എ വെക്ടർ ആദ്യം വരച്ചാലും പ്രശ്നമില്ല. അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. വെക്ടർ അഡിഷൻ്റെ ഒരു ലോ ആണത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു ലോ ആണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. If 2 vectors are represented both in magnitude and direction by the adjacent side of a parallelogram drawn from a point, then their resultant vector is represented both in magnitude and direction by the diagonal of the parallelogram passing through the same point. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് 2 തവണ വായിച്ച് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ലോയാണ്. നമ്മൾ ട്രയാങ്കിളുടെ 2 സൈഡ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത പോലെ പി എന്നും ക്യൂ എന്ന് പറഞ്ഞ വെക്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പിയും ക്യൂ എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം, ഒരു പാരലോഗ്രാമിന് 2 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് പി വെക്ടർ ഇത് ഫ്രം എ പോയിൻ്റ്, ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷനിലെ ഹെഡും ടൈലുമായിരുന്നു യോജിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2 ടൈലുകളാണ് യോജിക്കുന്നത്. ദാറ്റ് മീൻസ് 2 ഓ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് 2 വെക്ടേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഇത് പാരലോഗ്രാമിൻ്റെ 2 സൈഡായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിവിടെ ഇങ്ങനെ വരും. പാരലോഗ്രാം നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പാരലോഗ്രാമിൻ്റെ ഈ ഡയഗണൽ സൈഡ് ഉണ്ടല്ലോ, ഈ ഡയഗണൽ സൈഡ് അതാണ് എന്ത്, റിസൾട്ടൻ്റ് വെക്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി വെക്ടർ പ്ലസ് ക്യൂ വെക്ടർ എന്ന് വരിക. ക്ലിയർ ആണോ?
പാരലോഗ്രാം ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ഈ തന്നിരിക്കുന്ന 2 വെക്ടറുകളെ ആഡ് ചെയ്യാനായിട്ട് ആ 2 വെക്ടറുകളെ പാരലോഗ്രാമിൻ്റെ 2 സൈഡുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു ഫ്രം എ പോയിൻറ്റ് ഒ. രണ്ടും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെയിം ആണെന്നർത്ഥം. അങ്ങനെ പിയും ക്യൂവും വരയ്ക്കുന്നു. എന്നിട്ട് ആ പാരലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഡയഗണൽ സൈഡാണ് എന്ത് റിസൾട്ടൻ്റ് വെക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ലോ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെക്റ്റാങ്കുലർ കമ്പോണൻസ് ഓഫ് എ വെക്റ്റർ ഇൻ എ പ്ലെയിൻ ആണ്. ഒരു പ്ലെയിനിലെ വെക്റ്ററിൻ്റെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ വെക്റ്റേഴ്സിന് ഇത്തിരി ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്റ്ററാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പ്ലെയിൻ എടുക്കുന്നു. എക്സ് വൈ ആക്സിസ് ഉള്ള ഒരു പ്ലെയിൻ. അതിനകത്ത് എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ. ഇനി ഈ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ നമ്മൾ എ എന്ന് പറഞ്ഞൊരു വെക്റ്ററിനെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ ഒരു കമ്പോണൻറ്റ് എക്സ് ഡയറക്ഷനിലും ഒരു കമ്പോണൻറ്റ് വൈ ഡയറക്ഷനിലുമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്ക് എക്സ് ആക്സിസിലൊരു കമ്പോണൻറ്റ് വന്നു. അതിനെ ഞാൻ എ എക്സ് എന്ന് വിളിച്ചു. എക്ക് ഇപ്പോൾ എക്സ് ആക്സിസിലൊരു കമ്പോണൻറ്റ് വന്നു. ഇതിനെ എ എക്സ് എന്ന് വിളിച്ചു. വൈ ആക്സിസിലൊരു കമ്പോണൻറ്റ് വന്നു. എ വൈ എന്ന് വിളിച്ചു. റെപ്രസെൻറ്റേഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്താണ്? ഐ യൂണിറ്റ് വെക്റ്ററാണ്. വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്താണ്? ജെ യൂണിറ്റ് വെക്റ്ററാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഈ 2 കമ്പോണൻസും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ ഈ 2 കമ്പോണൻസും എ എക്സും എ വൈ എന്ന് പറഞ്ഞ ഈ 2 കമ്പോണൻസും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പേര് വിളിച്ചത്? റെക്റ്റാങ്കുലർ കമ്പോണൻസ് എന്ന് പേര് വിളിച്ചത്. റെക്റ്റാങ്കുലർ കമ്പോണൻസ് ഓഫ് എ വെക്റ്റർ ഇൻ എ പ്ലെയിൻ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ അതിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ എ വെക്റ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് വെക്റ്റർ പ്ലസ് എ വൈ വെക്റ്റർ എന്ന് എഴുതാം. എയുടെ കമ്പോണൻറ്റിൻ്റെ എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ 2 കമ്പോണൻസ് ആണ്. ഒന്ന് എ എക്സ് വെക്റ്ററും രണ്ടാമത്തെ എ വൈ വെക്റ്ററും. സോ നമുക്ക് എന്ത് എഴുതാം? എ എക്സ് വെക്റ്റർ പ്ലസ് എ വൈ വെക്റ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ എ എക്സ് എന്ന് പറയുന്ന വെക്റ്റർ കമ്പോണൻറ്റ് ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നത്? ഐ യൂണിറ്റ് വെക്റ്റർ എന്നുള്ള എക്സ് ഡയറക്ഷനിൽ. എ വൈ എന്ന് പറഞ്ഞ വെക്റ്ററോ ജെ യൂണിറ്റ് വെക്റ്റർ എന്നുള്ള ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഈ എ എക്സ് വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? എ എക്സ് ഐ യൂണിറ്റ് വെക്റ്ററാണ്. എ വൈ വെക്റ്റർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? എ വൈ ഐ യൂണിറ്റ് വെക്റ്റർ എന്ന് എഴുതാം. സോ നമുക്ക് ഈ എ വെക്റ്ററിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് എ വൈനെ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്ന് കിട്ടും. ഓക്കെ, എ എക്സ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ഐ യൂണിറ്റ് വെക്റ്ററിലായതുകൊണ്ട് എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ, എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിൾ അടയാളപ്പെടുത്തിയിരുന്നു. ശരിയല്ലേ? തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആംഗിൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. ഇനി ഈ തീറ്റയെ വെച്ചിട്ട് ആ ഒരു ആംഗിൾ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ആംഗിളിൻ്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം വരച്ചിട്ടേ ഒന്ന് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, ഇവിടെ എക്സ് കമ്പോണൻറ്റ്, ഇവിടെ എന്ത് വന്നു? വൈ കമ്പോണൻറ്റ്. എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെക്റ്റർ,
ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു നമ്മളിവിടെ. ആംഗിൾ തീറ്റ, ഇത് AX വെക്ടർ, ഇവിടെ എന്താണ് AY വെക്ടർ എന്നുള്ള രണ്ട് കമ്പോണൻ്റ് ആക്കി തിരിച്ചു. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് കേട്ടോ. ഇനി ഈ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിളായി ഇല്ലേ? ഈ ട്രയാങ്കിളിലെ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? ഈ സൈഡ് എന്തായിരിക്കും? അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്തായിരിക്കും? കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. എന്തായിരിക്കും? കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. ഈ തീറ്റയ്ക്ക് ഇവിടെ കിടക്കുന്ന ഈ സൈഡ് എന്തായിരിക്കും? സൈൻ തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അത് ഇനി മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ തീറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കുന്ന അഡ്ജസ്റ്റൻറ്റ് സൈഡിൻ്റെ കമ്പോണൻറ്റ് കോസ് തീറ്റ കമ്പോണൻറ്റും ഇവിടെ ഈ സൈഡിൽ കിടക്കുന്നത് സൈൻ തീറ്റ കമ്പോണൻ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? AX വെക്ടർ എന്ന് പറയുന്നത് എന്ത് കമ്പോണൻ്റ് ആണ്? കോസ് തീറ്റ കമ്പോണൻ്റ് ആണ്. സോ AX വെക്ടർ എന്ന് പറയുന്നത് A വെക്ടർ യൂണിറ്റ് വെക്ടർ, A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് A വെക്ടർ കോസ് തീറ്റ കമ്പോണൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ AY എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ എന്തായിരിക്കും? A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ AX എന്ന് പറയുന്നത് കോസ് തീറ്റ കമ്പോണൻ്റ് ആണ്, AY വെക്ടർ എന്ന് പറയുന്നത് സൈൻ തീറ്റ കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്ക് A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോസ് തീറ്റ, AY എന്ന് പറയുന്നത് A സൈൻ തീറ്റ എന്നുള്ളതും എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് A വെക്ടർ നമുക്ക് AXI വെക്ടർ പ്ലസ് AYJ വെക്ടർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. AX വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ, AY വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ A വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എഴുതി A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. സോ A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിച്ച് ഇസ് ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ ആണ്. ഇത് ജനറലാണ് കേട്ടോ. വേറെ ഏതാണെങ്കിലും, വേറെ ഏതൊരു വെക്ടറിൻ്റെ ആണെങ്കിലും അതിൻ്റെ കമ്പോണൻസിൻ്റെ സ്ക്വയറുകൾ കണ്ടിട്ട് ആഡ് ചെയ്ത് റൂട്ട് കാണുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കമ്പോണൻസിൻ്റെ സ്ക്വയറുകൾ കണ്ട് ആഡ് ചെയ്ത് അതിൻ്റെ റൂട്ട് കാണുന്നതാണ് എന്ത്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് A വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ എന്നുള്ളത് നമുക്ക് എഴുതാം. AXും AYയുമാണ് ഇവിടുത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് എന്ത്? ടാൻ തീറ്റ. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ഇവിടെ സൈൻ തീറ്റയുടെ കമ്പോണൻ്റ് ഏതാണ്? AY വെക്ടറും കോസ് തീറ്റയുടെ കമ്പോണൻ്റ് എന്താണ്? AX വെക്ടറും. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ ആദ്യം എന്ത് എഴുതണം? AY വെക്ടർ എഴുതണം. സോ AY വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു AX വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ടാൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഓർത്തിരിക്കണം. A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ, ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു AY വെക്ടർ ഡിവൈഡ് ബൈ AX വെക്ടർ. ഇനി നമ്മൾ ഇത് പ്ലെയിനിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സ്പേസിലാണെങ്കിൽ അല്ലെങ്കിൽ 3 ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. സോ അതിൽ A വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസോൾവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും? AXI യൂണിറ്റ് വെക്ടർ പ്ലസ് 3 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ AYJ യൂണിറ്റ് വെക്ടർ പ്ലസ് AZK യൂണിറ്റ് വെക്ടർ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് I യൂണിറ്റ് വെക്ടർ, അതറിയാം. വൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് J യൂണിറ്റ് വെക്ടർ, ഇസഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് K യൂണിറ്റ് വെക്ടർ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 3 ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ A വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു AXI വെക്ടർ പ്ലസ് AYJ വെക്ടർ പ്ലസ് AZK വെക്ടർ എന്ന് പറയും. A വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പോണൻസിന് സ്ക്വയർ കണ്ട് ആഡ് ചെയ്ത് റൂട്ട് കാണുക. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ ആണ് വരിക. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തത് നമുക്കൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.